പ്രണയസാഗരം എപ്പിസോഡ് 9. നൂറയുടെ മുഖത്തിൻ്റെ ഭാവവ്യത്യാസം ശരിക്കും സെലീനയ്ക്ക് മനസ്സിലായി. അവരവളെ ചേർത്ത് പിടിച്ച് കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. എൻ്റെ തൊട്ടാവാടി, ഈ നമ്മളെ ബർക്കത്തല്ലേ, എന്തിനാ വെറുതെ ടെൻഷനാവുന്നത്? എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ ചേർത്ത് പിടിക്കുകയാണ്. ഒരു രാത്രിയിലാണ് അകത്തെ മുറിയിൽ നിന്നും സെലീനാമ്മയും സൈനത്തെയും തമ്മിലുള്ള സംസാരം ശ്രദ്ധിച്ചത്. എൻ്റെ സെലീന, നീ എന്ത് മണ്ടത്തരാണ് പറഞ്ഞത്? മണ്ടത്തരൊന്നുമല്ല, മാസക്കുളി തെറ്റിയിട്ട് 2 മാസമായി. നമുക്ക് വേണമെങ്കിലൊന്ന് ടെസ്റ്റ് ചെയ്യാം. അല്ല, അപ്പോൾ ഇനി അതിനുള്ള ചാൻസ് ഇല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞതോ? ഡോക്ടർമാർ പടച്ചോനൊന്നുമല്ലല്ലോ, എനിക്കുറപ്പാണ് ഇതത് തന്നെ. പടച്ചോനെ, ആകെ ഇടങ്ങാറാവുമല്ലോ. ഇപ്പം എന്താ ചെയ്യുക? നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു കുട്ടിയെ ദത്തെടുക്കുമ്പോൾ ചെയ്യേണ്ടുന്ന കുറേ കടമ്പകളുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞാണ് നൂറിനെ ദത്തെടുത്തത്. ഇപ്പോൾ തന്നെ താൻ ഗർഭിണിയാണെന്നറിഞ്ഞാൽ നമ്മളും ഗവൺമെൻറ്റും തമ്മിലുള്ള ആദ്യത്തെ കരാറ് തെറ്റിക്കലാണ്. അതിനിപ്പോൾ നമുക്കെന്താ ചെയ്യാൻ കഴിയുക? നമ്മൾ കുഞ്ഞുങ്ങളില്ലാതെ എത്ര കഷ്ടപ്പെട്ടവരാണ്. ശരിയാണ് സെലീന, താൻ പറഞ്ഞതിലും കാര്യമുണ്ട്. പക്ഷേ എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഒപ്പിട്ട എഗ്രിമെൻറ്റിൽ നമുക്ക് വേറെ കുഞ്ഞുങ്ങളില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയതല്ലേ. നിങ്ങൾ എന്താണ് പറയുന്നത്? എന്നുവെച്ച് എൻ്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞു ജീവൻ, നമ്മുടെ ചോര വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? അല്ലോ, നീ അങ്ങനെ പറയല്ലേ സെലീന, നിനക്കറിയാലോ അവസ്ഥ. അല്ല, നിങ്ങൾ വേണമെന്ന് പറഞ്ഞാലും എന്നെ കൊണ്ടാവില്ല എൻ്റെ കുട്ടീനെ കൊല്ലാൻ. ഇന്നല്ലെങ്കിൽ നാളെ എന്നേലും ഒരിക്കൽ നൂറ തന്നെ ദത്തെടുത്തതാണെന്ന് അറിഞ്ഞാൽ പിന്നെ നമുക്ക് മോളെ നിന്ന് ഉറച്ചു വിളിക്കാൻ പിന്നെ ആരാ ഉള്ളത്? സലീനയോട് ചേർന്ന് സൈനിരുന്നു. നീ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട സെലീന, നമ്മുടെ കുഞ്ഞിനെ അത് ബാധിക്കും. അതൊക്കെ പുറത്തുനിന്നും കേൾക്കുന്ന നൂറയ്ക്ക് ഇനിയും അവിടെ നിൽക്കാൻ തോന്നില്ല. കണ്ണ് നിറഞ്ഞ് തുടങ്ങിയിരുന്നു. അവ കവിളിലൂടെ ചാലിട്ട് ഒഴുകി. ഒരിക്കലും സത്യമാവല്ലേ എന്ന് കരുതിയ ചിലത് പടച്ചോനിങ്ങനെ വീണ്ടും വീണ്ടും. ഇവിടെ ഒരാൾ കൂടി വന്നാൽ അത് അവരുടെ സ്വന്തം മകൾ കൂടി ആയാൽ പിന്നെ തനിക്ക് എന്ത് സ്ഥാനമാണ് കിട്ടുക? എപ്പോഴും താൻ അന്യൻ തന്നെ, ചോര തന്നെ. ഇങ്ങനെ ഒരു നശിച്ച ജന്മം എന്തിനാ ദൈവമേ എനിക്ക് തന്നത്? സെലീനമ്മ ഗർഭിണിയല്ലേ? എവിടെയെങ്കിലും വീണ് ഒന്ന് ഗർഭം അലസിയാൽ അത് മതിയാവില്ലേ? എന്നാ സെലീനമ്മ വീഴട്ടെ, ഞാൻ മതി, ഞാൻ മാത്രം മതി. എനിക്ക് എവിടെയും പോകാൻ സ്ഥലമില്ല. ആരെയും അത്ത അമ്മ എന്ന് വിളിക്കാനില്ല. എൻ്റേതാണ്, എൻ്റെ മാത്രം. ആരെയും ഞാൻ വിട്ടുതരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിക്കണ്ടടി. സത്യത്തിൽ വയറിൽ കിടക്കുന്ന 2 മാസം പോലും ഇല്ലാത്ത കുഞ്ഞിനോടാണ് തൻ്റെ വാശിയെന്നോർക്കുമ്പോൾ ശരിക്കും ചിരി തോന്നി. ബെഡിൽ കിടക്കുമ്പോൾ ആരോ വരുന്നത് പോലെ തോന്നി. കണ്ണടച്ചുറങ്ങിയ പോലെ കിടന്നു. ശൈനത്തെയായിരുന്നു. പുതപ്പുകൾ പുതപ്പിച്ച് നെറ്റിയിൽ ഉമ്മ നൽകി മുറിയിലെ വെളിച്ചമണച്ച് അദ്ദേഹം പോയി. ഇതൊന്നും ചെയ്തിരുന്നത് സെലീനമ്മയായിരുന്നു. ഇന്നത് മാറിയിരിക്കുന്നു. പുതിയ ആൾ വരുന്നതിൻ്റെ മാറ്റമാവും. ഇനിയിപ്പോൾ എല്ലാത്തിനോടും അവളോട് പറഞ്ഞാൽ മതിയല്ലോ. ഒരു കാലത്ത് ആരും ഇല്ലാതിരുന്ന കാലത്ത് മോളായി കൊഞ്ചാനും അവരോട് ചേർന്ന് നിൽക്കാനും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടിപ്പോൾ വേറെ ഒരാൾ വരാൻ പോകുമ്പോൾ എന്നെ വേണ്ട. ശരിക്കും വല്ലാത്തൊരു മൂകതയാണ്. കണ്ണടയ്ക്കുമ്പോൾ വരുന്ന ചില സ്വപ്നങ്ങൾ വലുതും ചെറുതുമായ വലിയ ചെറിയ വർണ്ണക്കുമിളകൾ. ഒന്നുമല്ലാത്തവളെപ്പോലെ തെരുവിലലയുന്ന ഞാൻ. എനിക്കങ്ങനെ ആവാൻ പറ്റില്ല. ഞാനല്ലേ ഇവരുടെ മകൾ? പലപ്പോഴും നൂറ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റ് വെറുതെ ഇരുന്നു തുടങ്ങി. ഉറക്കം തീരെ കിട്ടാത്തതുപോലെ. വല്ലാത്ത ദാഹം. ഇടയ്ക്ക് മതിയാവോളം വെള്ളം കുടിച്ചു. സെലീനാമ്മയുടെ വയറ്റിൽ അമ്മയോട് ചേർന്ന് ഇപ്പോൾ അവൾ സുഖമായി കിടന്നുറങ്ങുന്നുണ്ടാവും. എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് പതിയെ എഴുന്നേറ്റ് വാതിൽ തുറന്നു. സെലീനാമ്മയുടെ മുറിയിലെത്തി. സുഖമായി ഉറങ്ങുന്ന സൈനത്തെയും സെലീനാമ്മയും. നൂറ പതിയെ അവർക്ക് നടുവിൽ കയറി കിടന്നു. ഈ പെണ്ണിന് ഇതെന്തു പറ്റി? സാധാരണ വിളിച്ചാൽ പോലും വരാത്തതാണല്ലോ. സെലീന പതിയെ കണ്ണു തുറന്ന് ചോദിച്ചു. അവൾ സെലീനയെ ചേർത്ത് പിടിച്ചു. സെലീന അവളുടെ നെറ്റിയിലും ചുംബിച്ചു. നൂറ പതിയെ സെലീനയുടെ വയറിൽ തലോടി. ആ തലോടലിൽ സെലീനയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എല്ലാവരും നന്നായി ഉറങ്ങി തുടങ്ങിയപ്പോൾ നൂറയുടെ കണ്ണുകൾ തുറന്നിരുന്നു. അവൾ മുട്ടുമടക്കി സെലീനയുടെ വയറിന് നേരെ വെച്ചതും സെലീന പെട്ടെന്ന് തിരിഞ്ഞു കിടന്നു. നൂറയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. ഒത്തുകിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു. അത് പോയി. എൻ്റെ കയ്യിൽ കിട്ടും, നോക്കിക്കോ. ഓരോന്ന് ഓർത്ത് കിടന്ന് എപ്പോഴാണ് ഉറങ്ങിയത് എന്നറിയില്ല. രാവിലെ സെലീനമ്മ വന്ന് വിളിച്ചു. എൻ്റെ പെണ്ണെ, എന്തൊരു ഉറക്കമാണിത്? പെൺകുട്ടികൾ ഇങ്ങനെ കിടന്നുറങ്ങിയ നാളെ മറ്റന്നാൾ ഒരു വീട്ടിൽ പോയി താമസിക്കേണ്ടതല്ലേ? സെലീന അവളെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഓഹോ,
അപ്പോൾ എന്നെ കെട്ടിച്ചു വിടാഞ്ഞിട്ടാണ് ഇപ്പോൾ ധൃതിയില്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഇപ്പോൾ എങ്ങനെയും ഒഴിവാക്കണമെന്ന്. അങ്ങനെ തോന്നുന്നുണ്ടാവും അല്ലേ? ആ പിന്നെ പെൺകുട്ടികൾ വലുതായ കെട്ടിക്കാതെ പിന്നെ ഇങ്ങനെ നിർത്താൻ പറ്റുമോ? നൂറയ്ക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. സാധാരണ ദോശക്കല്ലിൽ വേവുന്ന ചൂടുള്ള ദോശയിൽ വെള്ളച്ചട്നി ഒഴിച്ച് അവളുടെ ഒരു തീറ്റയുണ്ട്. ഗ്രാനൈറ്റ് കല്ലിൻ്റെ വിശാലമായ അടുക്കളയിൽ അടുപ്പിനോട് ചേർന്ന് അവളുടെ ഇരിപ്പിടം. അത് എന്നും അവൾക്ക് സ്വന്തമായിരുന്നു. നിക്കെൻ്റെ മോളോടൊരു കാര്യം പറയാനുണ്ട്. ഇനി എന്ത് പണ്ടാരാണാവോ പറയാൻ പോകുന്നത് എന്ന ചിന്തയിലായിരുന്നു അവൾ. ഞാനൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നിനക്കെന്താണ് ഒരു താല്പര്യമില്ലാത്തത് നൂറ? ഒന്നുമില്ല, എനിക്ക് ചെറിയൊരു തലവേദന പോയെ. എങ്കിൽ പോയി കുറച്ചുകൂടെ റെസ്റ്റ് എടുത്തോ. രാത്രിയിൽ നന്നായി ഫോണിൽ തോണ്ടിയിരുന്നിട്ടുണ്ടാവും അല്ലേ? ഞാൻ ഫോണിൽ തോണ്ടുന്നത് നിങ്ങൾ കണ്ടോ അമ്മ? നീ എന്താ മോളെ ഇങ്ങനെ വിഷമിക്കുന്നത്? എന്താണ് നിന്റെ പ്രശ്നം? സലീന അവളെ ചേർത്ത് പിടിച്ചു. അവൾ പൊട്ടിക്കരഞ്ഞു. എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? സലീന ആകെ ബേജാറായി. എന്താണ് എൻ്റെ കുട്ടിക്ക് പറ്റിയത്? അവരും കരയുകയായിരുന്നു. അവർ ഇതുവരെ നൂറയുടെ കണ്ണ് നിറഞ്ഞ് കണ്ടിട്ടില്ല. അമ്മ, എനിക്ക് അമ്മയും അത്തയും മാത്രമേ ഉള്ളൂ, വേറെ ആരെയും അറിയില്ല. അയ്യോ, നിന്നെ നാളെ തന്നെ കെട്ടിക്കാനൊന്നും പോകുന്നില്ല, അതോർത്ത് ഈ ഇപ്പോഴേ കരയുകയാണോ? അവർ നൂറയുടെ കണ്ണുകൾ തുടച്ചു. എൻ്റെ കുട്ടി വിഷമിക്കണ്ട കേട്ടോ. ആശ്വസിപ്പിക്കുമ്പോൾ അവൾ ഒന്നുകൂടി അവർക്കരികിലേക്ക് പറ്റിച്ചേർന്നു നിന്നു. അതെ, എൻ്റെ കുട്ടിക്ക് കൂട്ടായി ഒരാൾ കൂടി വരുന്നുണ്ട്. അമ്മയുടെ വയറ്റിൽ ഒരാൾ കൂടിയുണ്ട്. അത് പറയുമ്പോൾ സലീനയുടെ മുഖം ചുവന്നു തൊടുത്തിരുന്നു. നൂറ വയറിൽ ഒന്ന് തൊട്ടു നോക്കി. വൈകുന്നേരം വരെ നൂറ സലീനയുടെ കൂടെ തന്നെ നിന്നു. സൈനത്ത വന്നപ്പോൾ സലീന ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്താടി, നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഇക്ക, ഒരു 100 ഭാരം മനസ്സിൽ നിന്നും ഇറക്കി വെച്ചതുപോലെയുണ്ട്. എന്താടോ? ഞാൻ ഇന്ന് നൂറയോട് പറഞ്ഞു. എന്ത്? അവൾക്കൊരു കുഞ്ഞനിയത്തി വരുന്നുണ്ടെന്ന്. ഓ, ഞാനാകെ പേടിച്ചുപോയി. അവൾ എന്തു പറഞ്ഞു? അവൾ പതിയെ വയറിലൊന്ന് തൊട്ടു നോക്കി. രാവിലെ മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഭയങ്കര സ്നേഹമൊക്കെ. നമ്മുടെ ഭാഗ്യമാണ് സലീന. അവൾ മകളായി ജനിച്ചില്ലെങ്കിലും മകളേക്കാൾ കൂടുതൽ നമ്മൾ അവളെയും അവൾ നമ്മളെയും സ്നേഹിച്ചു കഴിഞ്ഞില്ലടി. നീ നല്ലോണം ആരോഗ്യമൊന്നും കൂടി നോക്കണം കേട്ടോ. ആയിക്ക, ഇന്ന് ഒരു ഇഷ്യൂ ഉണ്ടായി. അവൾ എഴുന്നേൽക്കാൻ കുറച്ച് താമസിച്ചു. ഞാൻ അവളോട് ചോദിച്ചു, ഇന്നല്ലെങ്കിൽ നാളെ ഒരു വീട്ടിൽ പോയി താമസിക്കേണ്ടതല്ലേ എന്ന്. ഇങ്ങനെ തുടങ്ങിയാൽ എന്നിങ്ങനെയെന്ന്. പെണ്ണ് നിന്ന് കരയാൻ തുടങ്ങി. ഒടുവിൽ എന്തൊക്കെയോ പറഞ്ഞ് ശരിയാക്കി. നിനക്കറിയില്ലേ സലീന, അവൾ പെട്ടെന്ന് നിരാശ ബാധിച്ച പോലെയാവുമെന്ന്. അത്രയ്ക്കും സിമ്പിളാണവൾ. രാത്രി ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഒരുമിച്ചാണ് ഇരുന്നത്. ഭക്ഷണത്തിലെ ഇലക്കറികൾ സലീനയുടെ പ്ലേറ്റിൽ സൈൻ വിളമ്പിക്കൊടുത്തു. മതിയിക്ക, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നിന്റെ മാത്രം ആരോഗ്യമല്ലല്ലോ, നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യം കൂടി നോക്കണ്ടേ? ഒന്നും മിണ്ടാതെ നൂറ ഇതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് സലീന ഛർദ്ദിക്കാൻ വേണ്ടി എഴുന്നേറ്റോടി. ഷൈനത്ത അവരുടെ പുറന്തലോടിക്കൊണ്ടിരുന്നു. നൂറയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വയറ്റിൽ ഒരുത്തി കിടന്ന് കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങൾ, എന്നിട്ടും ഓരോരുത്തർക്കും അവളോടുള്ള സ്നേഹം. കാണാൻ വരുന്നവർ ലഡുവും ജിലേബിയും ഭക്ഷണം തെറ്റിക്കലും. ഇപ്പോൾ ഇതാണ് അവസ്ഥ. എങ്കിലിവിടെ നിന്നിട്ട് ഇനി അതും കൂടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇവൾക്ക് ഒരു പണി കൊടുക്കണം. എന്താണ് ഒരു വഴി? എത്ര ആലോചിച്ചിട്ടും ഒരു വഴിയും കിട്ടിയില്ല. രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ നൂറ പതിയെ അടുക്കളയിലെത്തി. ഗ്യാസ് ഓണാക്കി വെച്ചാലോ, അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ? സെലീനമ്മയ്ക്ക് ഒന്നും പറ്റരുത്. അങ്ങനെ എന്തേലും ഉണ്ടായാൽ. എല്ലാവരും ഉറക്കം തുടങ്ങിയിരുന്നു. പതിയെ നൂറ പമ്മി അടുക്കളയിലെത്തി. അവളുടെ ഹൃദയം നന്നായി പിടയ്ക്കുന്നുണ്ടായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ അടുക്കളയിലെത്തിയ അവളുടെ ഹൃദയമിടിപ്പിന് ഡോളിൻ്റെ ശബ്ദമുണ്ടായിരുന്നു. അവ പെരുമ്പറ കെട്ടും പോലെ വല്ലാതെ വേർത്തു തുടങ്ങിയിരുന്നു. അവൾ നിറച്ചു വെച്ച ഗ്യാസും കുറ്റി, ബോട്ടിൽ നിറയെ വെളിച്ചെണ്ണ. എങ്ങനെ അവളെ ഇല്ലാതാക്കാൻ കഴിയും? ചിന്തിച്ചിട്ട് ഒരു അന്തവും കുന്തവും കിട്ടുന്നില്ല. പെട്ടെന്ന് കൈതട്ടി ഒരു ഗ്ലാസ് നിലത്ത് വീണുടഞ്ഞു. മുറികളിൽ ലൈറ്റുകൾ തെളിഞ്ഞു. വേർത്തു കുളിച്ചു നിൽക്കുന്ന നൂറക്കരികിൽ എല്ലാവരും ഓടിയെത്തി. വേർത്തു കുളിച്ചു നിൽക്കുന്ന നൂറയും പൊട്ടിച്ചിതറിയ ഗ്ലാസും എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. എന്താണ് മോളെ, എന്തുപറ്റി? സൈനത്ത അവളെ ചേർത്ത് പിടിച്ചു ചോദിച്ചു. പൊട്ടിച്ചിതറിയ ചില്ലുകൾ തറച്ച് അവളുടെ കാലുകളിൽ നിന്നും ചെറുതായി രക്തം പൊടിയുന്നുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് പൊട്ടിയതിനാണോ നീ ഇത്രയും വേർക്കുന്നത്? സലീന അവളെ സംശയത്തോടെ നോക്കി. ഞാൻ വെള്ളം കുടിക്കാൻ വന്നതായിരുന്നു അമ്മ. അതിന് നീ എന്തിനാ ഇത്ര വേർക്കുന്നത്? പിന്നെ അറിയാതെ തട്ടി ഗ്ലാസ് പൊട്ടിപ്പോയാൽ പേടിച്ചു പോവില്ലേ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ അവളോട് ചോദിക്കുന്നത്? മോള് പോയി കിടന്നു. അവൾ പതിയെ മുറിയിലേക്ക് പോയി. സലീന അല്പം അരിശത്തോടെ അവളെ നോക്കി. ചൂലെടുത്ത് അടിച്ചു വരാൻ തുടങ്ങി. വേണ്ടടി, താൻ പോയി കിടന്നു. ഈ സമയം കുനിഞ്ഞിട്ട് ഇതൊന്നും ചെയ്യണ്ട, ഞാൻ അടിച്ചു വാരിക്കോളാം. വേണ്ടക്ക, ഞാൻ ചെയ്തേക്കാം. വേണ്ട, നീ പോയി കിടന്നോ. സലീനയെ മുറിയിലേക്ക് പറഞ്ഞുവിട്ട് സൈൻ ചില്ലുകൾ വാരിക്കളഞ്ഞു. അപ്പോഴും മുറിയിൽ എന്തോ ആലോചിച്ച് കിടക്കുകയായിരുന്നു സലീന. എന്താടി, നീ ഉറങ്ങിയില്ലേ?
ഇല്ലേക്ക, ഉറക്കം വരുന്നില്ല. ഓരോന്ന് ആലോചിച്ചിട്ട് എന്താണ് ഇപ്പോൾ ഇത്ര ആലോചിക്കാൻ? ഇക്ക, അവൾ വെള്ളം കുടിച്ചിട്ടാണോ റൂമിലേക്ക് പോയത്? അല്ല, കുടിക്കാതെ. അവൾ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ് എന്നല്ലേ പറഞ്ഞത്? അതെ. എന്നിട്ടെന്തേ അവൾ ഗ്ലാസ് പൊട്ടിയത് കൊണ്ട് വെള്ളം കുടിക്കാതെ പോയത്? ഗ്ലാസ് പൊട്ടിയത് കൊണ്ട് ദാഹം പെട്ടെന്ന് ഇല്ലാണ്ടാവുമോ? ശരിയാണല്ലോ നീ പറഞ്ഞത് സെലീന, അവൾ വെള്ളം കുടിക്കാതെയാണല്ലോ പോയത്. ഇക്ക, അവൾ വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിൽ വന്നതല്ല, വേറെ എന്തിനോ വേണ്ടി വന്നതാ. എന്തിനാവും സെലീന അവൾ വന്നിട്ടുണ്ടാവുക? നിങ്ങൾ ഡോറുകൾ നോക്കിയിരുന്നോ? പൂട്ടിയാണോ തുറന്നാണോ കിടന്നിരുന്നത്? ഏയ്, ഡോറുകളെല്ലാം അടച്ചിരുന്നു. അല്ല, നീ എന്താ പറഞ്ഞു വരുന്നത്? അല്ലേ, പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ, എന്തെങ്കിലും ചുറ്റിക്കളികളുണ്ടെങ്കിലോ? ദേ സെലീന, നീ പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിക്കും, പക്ഷേ ഇതെനിക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഏയ് ഇക്ക, അങ്ങനെ ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനൊരു ചാൻസ് ഇല്ലേ? അവൾ നിന്ന് വേർക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ആകെ ഒരു വശപ്പശക മണക്കുന്നു. സത്യത്തിൽ നിന്റെ കുരുട്ടുപുതിയിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ കിടന്നുറങ്ങടി. ഇതേ സമയം റൂമിൽ നൂറ ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഗ്ലാസ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ കിട്ടിയ ചാൻസ് പോയി. അതിരിക്കട്ടെ, എൻ്റെ എതിരാളി അവൾ എങ്ങനെയുണ്ടാവും എന്നറിയണം. അവൾ പതിയെ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് 3 മാസം പ്രഗ്നൻ്റ് ബേബി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. കൗതുകത്തോടെ നൂറു ആ കുഞ്ഞു ജീവനെ നോക്കി. ഒരു മനുഷ്യജീവൻ്റെ ആകൃതി പോലും ഇല്ലാത്ത ഒരു മാംസപ്പിണ്ഡം. ഇവൾ ശരിക്കും എൻ്റെ അനുജത്തിയല്ലേ? ആവാം, അനുജത്തി തന്നെ ആവാം. എന്നാലും തനിക്ക് ഇത്രയും വെല്ലുവിളികൾ ഉയർത്തുന്ന ഇവൾ. എടി ദുഷ്ടേ, താടകേ, നീ എൻ്റെ സമാധാനം കളയും അല്ലേ? ലാപ്ടോപ്പ് അടച്ചു വെച്ച് അവൾ ബെഡിലേക്ക് മറിഞ്ഞു. എങ്ങനെ അവളുടെ വരവില്ലാണ്ടാക്കാൻ കഴിയും? എത്ര ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ദിവസങ്ങൾ കടന്നു പോവുകയാണ്. സെലീനാമ്മയുടെ വയറിൻ്റെ വലിപ്പം കൂടി വരുന്നുണ്ട്. കൂടാതെ അവളോടുള്ള അവരുടെ സ്നേഹവും പരിഗണനയും. എനിക്കും ഉണ്ടാവില്ലേ ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും? അതെ, അവർ ആഗ്രഹിക്കാതെ അവരുടെ വയറ്റിൽ അടിഞ്ഞുകൂടിയ മാലിന്യമായിരുന്നു ഞാൻ. രണ്ടുപേർ പരസ്പരം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചു. അതിൽ നിന്നും ഒരുപക്ഷെ ഞാൻ ഉണ്ടായതാവാം. പക്ഷേ എന്നെ അവർക്ക് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ അവർക്കില്ലായിരിക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ സങ്കടങ്ങൾ മാത്രം നൽകാൻ ഒരു ജന്മം. കാലിൽ നിന്നും ചെറുതായി നീറ്റൽ വരുന്നുണ്ട്. പതിയെ എഴുന്നേറ്റ് മുറിവുകൾ നോക്കി. കാല് മുറിഞ്ഞതും ചോര വന്നതും ഒന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. കണ്ടാൽ തന്നെ ഇനി ആരാണ് ശ്രദ്ധിക്കാൻ? താൻ ശരിക്കും ആരും ഇല്ലാത്തവളായി. അങ്ങനെ ആരുമില്ലാതെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നത് തന്നെയാണ്. കാലിൽ നിന്നുള്ള മുറിവുകളിലേക്ക് അവൾ നോക്കി. അതിന് മുറിവിനടിക്കുന്ന സ്പ്രേ അടിച്ചു. അന്ന് ആദ്യമായി അവൾക്ക് മുറിവിൽ സ്പ്രേ അടിച്ചിട്ടും നീറ്റിലുണ്ടായിരുന്നില്ല. അതിനേക്കാൾ വലിയ ഒരു നെരിപ്പോട് ഉള്ളിൽ എരിയുന്നുണ്ടായിരുന്നു. എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിപ്പോയാലോ? ആരുടെ കൂടെ പോവും? ചെക്കന്മാർ കുറേ വന്നിട്ടുണ്ട് എങ്കിലും ആരെയും ഇതുവരെ അടുപ്പിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുമില്ല. എന്തൊക്കെയോ ചിന്തിച്ച് ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്നപ്പോഴാണ് തലേന്ന് രാത്രി ഗ്ലാസ് പൊട്ടിയത് തന്നെയാണ് സംസാര വിഷയം. ഇനിയും അവിടുന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ താൻ വേർത്തു പോകും എന്ന് തോന്നിയതുകൊണ്ടാവും നൂറ ആ വഴിക്ക് പോയില്ല. ബെഡിൽ തലയമർത്തി അവൾ അങ്ങനെ കിടന്നു. സെലീനാമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ആ കാന്താരി ഉണ്ടല്ലോ, അവളൊരു വല്ലാത്ത സാധനമാണ്. അന്ന് സെലീനാമ്മ ആശുപത്രിയിൽ നിന്നും വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്താണ് സന്തോഷത്തിൻ്റെ കാരണം എന്നറിയാൻ പുറകെ കൂടെയെങ്കിലും ഒരു പിടിയും തന്നില്ല. ഇനി എന്നെ ഇവിടെ നിന്നും കെട്ടുകെട്ടിക്കാനുള്ള എന്തെങ്കിലും ഐഡിയയും കൊണ്ട് വന്നതാണോ? പിന്നാമ്പുറത്തെ കുശകുശപ്പിൽ നിന്നും കാന്താരിയെ സ്കാനിങ്ങിൽ കണ്ടുവെന്നും അവർ 2 പേരുണ്ടെന്നും മനസ്സിലായി. ഇത്ര നാളും ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 2 ആളുമുണ്ട്. അപ്പോൾ തീരെ എന്നെ വേണ്ടായിരിക്കും. ശരിക്കും സങ്കടം വന്നു തുടങ്ങിയിരിക്കുന്നു. തീരെ ഭക്ഷണത്തിനോട് താല്പര്യം വരാത്ത പോലെ. കുളിക്കാനും നനയ്ക്കാനും ഒന്നും ഒരു താല്പര്യമില്ല. ഇടയ്ക്ക് സ്കൂളിൽ പൂത്തു നിൽക്കുന്ന വാഗമരച്ചോട്ടിൽ അങ്ങനെ പോയിരിക്കും. ഹൃദയമാകെ വിങ്ങിപ്പൊട്ടുന്ന പോലെയാണ്. ഒന്നിനും ഒരു സുഖം കിട്ടുന്നില്ല. സാധാരണഗതിയിൽ ഒരു മുള്ളു കൊണ്ടാൽ പോലും ഓടിയെത്തുന്നവരാണ്. ഇതിപ്പോൾ ഗ്ലാസ് പൊട്ടി കുപ്പിച്ചില് തട്ടിയിട്ടും എന്താണ് എന്ന് പോലും ചോദിക്കാൻ ആരും ഇല്ലല്ലോ. എല്ലാവർക്കും ഈ കാന്താരികൾ എത്തുന്നതിന് മുമ്പ് ഇവരെ കാണാനുള്ളത് സന്തോഷമാണ്. ഒരു നിലവിളി കേട്ട് എല്ലാവരും താഴോട്ടോടി. നൂറ മാത്രം മുറിയിൽ നിന്നും എത്തി നോക്കി. സെലീന വീണ് കിടക്കുകയാണ്. എല്ലാവരും അവർക്ക് ചുറ്റും കൂടി താങ്ങിപ്പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കിയവർ നോക്കുന്നുണ്ട്. തെന്നി കളിക്കുകയാണ്. എൻ്റെ സെലീന, ഇതെങ്ങനെ ഫ്ലോറ് മുഴുവൻ ഓയിലാണല്ലോ? എനിക്കറിയില്ല, പക്ഷെ ഫുൾ ഓയിലാണ്. സെലീന എല്ലാവരെയും കൂടി താങ്ങിപ്പിടിച്ച് കസേരയിലിരുത്തി. നൂറ പതിയെ സെലീനയുടെ അരികിലെത്തി. സെലീന വേദന കൊണ്ട് പുളയുകയാണ്. എന്താണമ്മ? നീ ഒന്ന് മാറി നിൽക്കും നൂറ, എനിക്ക് വേദന കൊണ്ട് നിൽക്കാനും ഇരിക്കാനും വയ്യ. പടച്ചോനെ, ഇതെന്താ ഇവിടെയൊക്കെ ചോര വറ്റുന്നുണ്ടല്ലോ? ഖദീജ അങ്ങോട്ട് വന്നു. അയൽവാസിയാണ് ഖദീജ. എല്ലാവരും അപ്പോഴാണത് കണ്ടത്. സലീനയുടെ ബോധം ചോര കണ്ടപ്പോൾ പോയി. സലീനയും കൊണ്ട് വണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. അത്യാഹിതയിൽ അഡ്മിറ്റ് ചെയ്തു.
സലീനയ്ക്ക് അപ്പോഴും ബോധം വന്നിട്ടില്ലായിരുന്നു. ആകെ ടെൻഷനിലായിരുന്നു സൈനത്ത. അദ്ദേഹം ഹോസ്പിറ്റൽ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരുന്നു. അല്പസമയത്തിനു ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. ദൈവഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി, കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടേ മിസ്റ്റർ? ക്ഷമിക്കണം സാർ, അടുക്കളയിൽ വീഴുകയായിരുന്നു, ഞങ്ങളാരും കണ്ടില്ല. എന്തായാലും ഒരു 8 മണിക്കൂർ നിരീക്ഷണത്തിലിരിക്കട്ടെ. ശരി സാർ. ഇതേ സമയം നൂറ വീട്ടിൽ വളരെ സന്തോഷവതിയായിരുന്നു. അങ്ങനെ സെലീനമ്മയെ വീഴ്ത്തി. ഇനി ഒരിക്കലും ആ കാന്താരികളുടെ ശല്യം ഉണ്ടാവില്ല. അടുക്കളയിൽ എണ്ണ തൂവിയത് നൂറ തന്നെയാണ്. എത്ര കാലം ആരുമല്ലാതെ ഒരു വീട്ടിൽ കഴിയുന്നത്? ചിന്തിച്ച് അങ്ങനെ നിന്നപ്പോഴാണ് വീടിന് മുന്നിൽ കാറ് വന്നത്. അതിൽ നിന്നും സലീനയും സൈനത്തയും വന്നതുകൊണ്ട് ശരിക്കും നൂറയിൽ ഒരു ഞെട്ടലുണ്ടായി. ഇത്ര പെട്ടെന്ന് വന്നു. അവർക്ക് അവരുടെ മുമ്പിലേക്ക് പോകാനോ അവരെ അഭിമുഖം ചെയ്യാനോ അവൾക്ക് തോന്നിയില്ല. നൂറ, സൈനത്ത അവളെ വിളിച്ചു. ഇനി അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമോ? സലീനമ്മ വീണത് ഞാൻ കാരണമാണെന്ന്. അവൾ പേടിച്ചു വിറച്ചു. അവർക്കരികിലേക്ക് പോയി. അവൾ അവരെ നോക്കാതെ താഴെ നോക്കി നിന്നു. നീ എന്താണ് പെണ്ണേ ഇങ്ങനെ? എന്താണ് നിനക്ക് പറ്റിയത്? നീ നോക്കിയോ? സലീനമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, കണ്ടോ? പിന്നെന്തിനാ നിനക്ക് സങ്കടം? ആവൂ, അപ്പോഴാണ് സമാധാനമായത്. ഭാഗ്യം, അവരൊന്നും അറിഞ്ഞില്ല. എൻ്റെ സലീന ആദ്യ കയറിപ്പോയി. മനസ്സിന് ആ ഡോക്ടർ വന്ന് നമ്മുടെ മക്കൾക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നത് വരെ തീയായിരുന്നു മനസ്സിൽ. പക്ഷേ ഇങ്ങനെ സലീനമ്മ വീണിട്ടും ആ കാന്താരികൾക്കൊന്നും പറ്റിയില്ലേ? വെറുതെ കഷ്ടപ്പെട്ടതും വേദനിച്ചതും ഒക്കെ വെറുതെ. അടുക്കളയിൽ നിന്നും നൂറ വെളിച്ചെണ്ണ റൂമിൽ കൊണ്ടുവന്നത് കണ്ടു. അതിനുശേഷമാണോ സലീന നീ വീണത്? ഷംനയുടെ ചോദ്യം അകത്തുനിന്നും ഞെട്ടലോടെയാണ് നൂറ കേട്ടത്. ഷംന മാമി എങ്ങനെയാണ് കണ്ടത്? ഇനി എന്തായാലും വിളിപ്പിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും. എൻ്റെ പടച്ച റബ്ബേ, കൊലപാതക ശ്രമം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. നമ്മുടെ അടുത്ത അധ്യായത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ കൂടുക. താങ്ക്